പുഷ്പനയറിയാമോ, ഞങ്ങളുടെ പുഷ്പനയറിയാമോ? പ്രശസ്തമായ ഈ വിപ്ലവഗാനം ഇനി മാറ്റിപ്പാടേണ്ടി വരുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ. CPM വിട്ട് പുറത്തുപോയ പല നേതാക്കളും അപ്രസക്തരായെങ്കിലും അവസാനം വരെ ശക്തനായി തുറന്ന ഏക നേതാവ് ശ്രീ MV രാഘവൻ മാത്രമായിരുന്നു. അന്നത്തെ കരുണാകരൻ മന്ത്രിസഭയില് സഹകരണ മന്ത്രിയായിരിക്കെ കൂത്തുപറമ്പിൽ വെച്ച് നടന്ന യോഗത്തിലുണ്ടായ സംഘർഷം വെടിവെപ്പിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. പ്രസ്തുത സംഭവത്തെ തുടർന്ന് രാഘവനെ കൊലയാളി രാഘവൻ എന്നായിരുന്നു CPM വിളിച്ചിരുന്നത്. ആ രാഘവന്റെ മകൻ നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം നിർത്തി മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും അതും തന്റെ തന്തയെ അവഹേളിച്ച് കൊല്ലാൻ ശ്രമിച്ച അടിച്ചു പുറത്താക്കിയ CPMന്റെ കമ്മിക്കൂട്ടത്തിലേക്കാണ്. അണികളായ അടിമകൾ ഇനിയും പാടും. പുഷ്പനെ ഈ വഴിക്കാക്കിയ രാഘവന്റെ മകനെ തോളിലേറ്റിക്കൊണ്ട് തന്നെ നികേഷിനെ അറിയാമോ, നമ്മുടെ കിണറേഷിനെ അറിയാമോ?